സുഹൃത്തുക്കളെ, നമ്മളൊക്കെ നമ്മുടെ മകളുടെ കല്യാണത്തിന്, നമ്മളുടെ മകന്റെ കല്യാണത്തിന് നമ്മളൊരു പുതിയ വീടുണ്ടാക്കിയിട്ട് അവിടെ താമസിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ്. അവിടെ നമ്മുടെ പന്തലിലും പന്തലിന് പുറത്തും എല്ലാം നല്ല ഡെക്കറേഷൻ ബൾബുകൾ ഘടിപ്പിക്കുന്നു. അതേപോലെ തന്നെ അവിടെ ചിലപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിന്റെ മദ്ഹ് ബുറുദ പാടുന്നു. അതേപോലെ ഭക്ഷണമുണ്ടാക്കി ആളുകൾക്കൊക്കെ കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതാരും തെറ്റാണെന്ന് പറയാറില്ലല്ലോ. കാരണം അത് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ അതിനേക്കാളെല്ലാം വലിയ സന്തോഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന മുഅ്മിനീങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ഡെക്കറേഷൻ ബൾബ് ഏതെങ്കിലും പള്ളിയുടെ മേലെയോ മദ്രസന്റെ മേലെയോ വെക്കുമ്പോഴേ അതൊക്കെ കടുത്ത തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ കിതാബിന്റെ ഇബാറത്ത് വായിക്കണ്ട. അതൊരിക്കലും കല്യാണ വീട്ടിലോ കല്യാണം നടക്കുന്ന ഏതെങ്കിലും വീട്ടിന്റെ മേലെയോ അല്ലെങ്കിൽ റബീഉൽ അവ്വലിൽ പള്ളിയുടെ മേലെയോ അല്ലെങ്കിൽ മദ്രസയുടെ മേലെയോ ഏതെങ്കിലും ലൈറ്റ് വെക്കുന്ന അഥവാ ഈ ഡെക്കറേഷൻ ബൾബിൽ നൽകുന്നതിന് ഒരിക്കലും ബാധകമായ ഇബാറത്തല്ല അത്. അതിനെ സംബന്ധിച്ച് പറയുന്ന ഉദ്ധരണിയുമല്ല അത്. ഇമാം നവവി അങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇമാം നവവിയുടെ കാലത്ത് മൗലിദില്ലായിരുന്നു എന്ന് കൂട്ടിപ്പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനത്തെ കബളിപ്പിക്കലൊന്നും ആരും നടത്തി സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കരുത് എന്ന് വിനയപൂർവ്വം അദ്ദേഹത്തോടും അദ്ദേഹത്തെ പോലുള്ളവരോടും ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ ജനിച്ച വകയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, അതിൻ്റെ വകയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവനവന്റെ മകളുടെയോ മകന്റെയോ വിവാഹത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവനവൻ ഒരു പുതിയ വീടുണ്ടാക്കി താമസിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയതിലുള്ള സന്തോഷം കാരണത്താൽ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള ലൈറ്റ് പിടിപ്പിച്ചാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബൾബ് പിടിപ്പിച്ചാൽ അത് തെറ്റാണെന്ന് ഒരു കിതാബിലും എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മഹാന്മാരായ ഇമാമിങ്ങൾ അങ്ങനെ അലങ്കരിക്കുന്നതും മറ്റും നല്ലതാണ് എന്ന് തന്നെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. നമ്മുടെ കുട്ടികൾക്ക് റബീഉൽ അവ്വൽ 12 നല്ല വസ്ത്രം ഉണ്ടാക്കി കുട്ടികളെ അലങ്കരിക്കണം. അതേപോലെ അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് കഴിവിന്റെ പരമാവധി അവരെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അനുവദനീയമായ നിലക്ക് അവരുടെ പാഠശാലകൾ അത് അലങ്കരിക്കണം. അതുപോലെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മദ്ഹുകൾ ധാരാളം പറഞ്ഞുകൊണ്ട് സജീവമാക്കണം. അതുപോലെ നബി തങ്ങളുടെ മദ്ഹ് സമഅൻ കേൾക്കാൻ പറ്റുന്ന നല്ല മദ്ഹ് പാടണം. ഇസ്ലാമിന്റെയും ഈമാനിന്റെയും ഇസ്സത്ത് വെളിവാക്കണം. തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നിബിതങ്ങളോ ഉമ്മത്തിന് എന്തെല്ലാം നല്ലത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് രേഖപ്പെടുത്തുകയും, അതുപോലെ ഇമാമിങ്ങൾ തന്നെ പറഞ്ഞു അന്നത്തെ ദിവസം വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. തദ്കിറത്തുൽ മുഹിബ്ബീൻ ശർഹു അസ്മാഇ സയ്യിദുൽ മുർസലീൻ ഇമാം ഖാസിം റളിയല്ലാഹു അൻഹു ഹിജ്റ 894 വഫാത്തായ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയതായി ഈ കാണാം. ഇതേപോലെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്നെ രേഖപ്പെടുത്തിയതായി കാണാം. വഖദ് ഖാല ഹാദാ ശൈഖ് ലമ്മാ സുഇല അമ്മാ യഖഉ ഫീ ഹാദൽ യൗമി മിൻ വുഖൂദി ശംഇ വഗൈരി ദാലിക ലിഅജ്ൽ ഫറഹി. നബിതങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എവിടെയെങ്കിലും മെഴുകുതിരി കത്തിച്ചാൽ, ഓ സുഹൃത്തുക്കളെ, നമ്മളെ ഇന്നത്തെ കാലത്ത് പിന്നെ മെഴുകുതിരി കത്തിക്കേണ്ട പ്രശ്നം വരുന്നില്ല, ഒക്കെ ലൈറ്റായി മാറിയല്ലോ. മുസ്ലിമീൻ മഹാനവർകൾ പറഞ്ഞ മറുപടി അത് മുസ്ലിമീങ്ങളുടെ ഒരു ആഘോഷ ദിവസമാണ്.
ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് മാത്രമാണ് പണ്ഡിതന്മാർ എതിർത്തത്. ഫൈദ അമിനദാലിക ഫലാ ശക്ക, അതില്ലെങ്കിൽ സംശയമില്ല ഫീ ഹുസ്നി മാ യുഫ്അലു മിനൽ ഇജ്തിമാ, ആളുകൾ ഒരുമിച്ച് കൂടുന്നത് എത്രയോ നല്ല കാര്യമാണ്. വദിക്റു മഹാസിനിഹി, നബിതങ്ങളുടെ മദഹ് പറയുന്നത് എത്രയോ നല്ലതാണ്. വസ്സലാത്തി അലൈഹി ഫീ സായിരിൽ ബിഖായി, ഏത് സ്ഥലത്തും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല, സന്തോഷം പ്രകടിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഇമാമിങ്ങൾ പല സ്ഥലങ്ങളിലുമായി രേഖപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് ആരും നമ്മുടെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളെ എതിർത്തുകൊണ്ട് ആരും ഒരു ഫത്വയും കൊടുത്തേക്കരുത്, ആരും ഈ വാട്സപ്പിൽ പ്രത്യക്ഷപ്പെട്ടേക്കരുത് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്.